മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിനെ ലേഖയും കണ്ടതിന് ശേഷം നേരെ തോമസ് വൈദ്യരെ ആ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് പോകുന്നു. മലയ്ക്ക് പോയി തിരികെ വന്ന കണ്ണന് ഉണ്ടായിരുന്ന മുടന്തുകൂടി ദൈവം തിരിച്ചെടുത്തുവെന്നും ഇപ്പം മറ്റുള്ളവരെ പോലെ തന്നെ നടക്കാനും ഓടാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ള കാര്യം അറിയിക്കാനായിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ജയബാലൻ ചേട്ടനാണെങ്കിൽ കണ്ണൻ്റെ വരവ് കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മുന്നേ ഉണ്ടായിരുന്ന ആ മുടന്തുകൂടി നഷ്ടമായല്ലോ, ഇപ്പം നന്നായിട്ട് നടക്കാൻ പറ്റുമല്ലോ, എന്തായാലും ഒരുപാട് സന്തോഷമായി സാറേ എന്നൊക്കെ പറയുന്ന സമയത്ത് തോമസ് വൈദ്യരെ തിരക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി. അപ്പം വൈദ്യരകത്തുണ്ടെന്നും നേരിട്ട് പോയി സന്തോഷ വാർത്ത അറിയിക്കാൻ പറയുന്നത് പ്രകാരം കണ്ണനും മഹാലക്ഷ്മി നടന്നു വരുന്നത് നമ്മുടെ തോമസ് വൈദ്യരാണെങ്കിൽ ദൂരെ നിന്ന് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സന്തോഷവും ഞെട്ടലും എല്ലാം ഒരുമിച്ച് വരുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് തോമസ് വൈദ്യർ പോയത്. ഒരിക്കലും കണ്ണന് എണീറ്റ് നടക്കാൻ പറ്റുമെന്നൊന്നും വൈദ്യർ വിചാരിച്ചിരുന്നില്ല. കണ്ണനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ തുടങ്ങിയെങ്കിലും മഹാലക്ഷ്മിയുടെ ഒറ്റൊരാളുടെ ഒരു പ്രാർത്ഥനയും ആഗ്രഹവും പ്രകാരം ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചുവെങ്കിലും ഇത്രയും വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് കരുതിയതേ ഇല്ല. അങ്ങനെ ഇരിക്കെയാണ് കണ്ണന് ഇത്രയും വലിയ മാറ്റം ഉണ്ടായത്. 12 വയസ്സിന് ശേഷം വർഷങ്ങളായി വീൽചെയറിൽ ഇരിക്കുമായതുകൊണ്ട് തന്നെ ഇനിയൊരു മാറ്റം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടുണ്ടായിരുന്ന മാറ്റം സന്തോഷവും പ്രതീക്ഷകളും നൽകുന്നുണ്ട്. അപ്പോൾ തോമസ് വൈദ്യർ ആശംസകളൊക്കെ അറിയിക്കുന്നു. എന്തായാലും മലയ്ക്ക് പോയി വന്നു, വ്രതമൊക്കെ കഴിഞ്ഞു. ഇനി ഭാര്യ ഭർത്താവ് എന്ന രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും ഒന്നാകുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അധികം താമസിക്കാതെ സന്തോഷ വാർത്ത അറിയിക്കാൻ വരണമെന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും ഒരുപോലെ ചമ്മൽ വരുന്നുണ്ട്. പിന്നെ അനന്തുവിനെയും കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. കാരണം അനന്തുവിലേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം തിരികെ വരുമ്പോൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നൊക്കെ പറയുന്നു. അതിനിടയ്ക്ക് നമ്മുടെ മഹാലക്ഷ്മിയെ മോഹിനിയമ്മ വിളിക്കുമ്പോൾ എനിക്ക് കണ്ണമോനെ നേരിട്ടൊന്ന് കാണണം, മോളുടെ രണ്ടാനച്ഛനും അമ്മയും കൂടി കണ്ണനെയും മാർക്കോയെയും കൊന്നു എന്നും അതുപോലെ സാഗർ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലാക്കി കിടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഫോണിലൂടെ പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞ് എനിക്ക് അപ്പോഴേ കണ്ണമോനെ നേരി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, അനന്തുവേട്ടൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് വരൂ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുവാണ്, ഇപ്പോൾ തോമസ് വൈദ്യരെ കാണാൻ വന്നതാണെന്നൊക്കെ പറയുമ്പം ഒട്ടും വൈകിക്കാതെ നമ്മുടെ മോഹിനിയമ്മ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കണ്ണൻ നടന്നു വരുന്നത് കണ്ടിട്ട് വിശ്വസിക്കാനാകാതെ തകർന്നു നിൽക്കുന്നുണ്ട് നമ്മുടെ മോഹിനിയമ്മ. മറ്റൊരർത്ഥത്തിലുമല്ല, സന്തോഷത്തിലാണ്. കാരണം ഒരിക്കലും തൻ്റെ മകൾക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിച്ച അമ്മയുടെ മുൻപിലേക്ക് ആ മരുമകൻ നടന്നു വരുന്നത് കണ്ടതിൻ്റെ ഒരു ഷോക്കിലാണ് മോഹിനിയമ്മ. മോഹിനിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കണ്ണനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ മോഹിനിയമ്മ. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന ആ സമയത്ത് നമ്മുടെ പ്രതാപനും മേഘനാഥനും മീറ്റ് ചെയ്യുന്നു. മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി ഓരോന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട്. അതായത് കണ്ണൻ മരിച്ചു, ഇനി കമലേശ്വരം തറവാട്ടിലെ സ്വത്തും മഞ്ജുവിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വേണമെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നു, കമലേശ്വരം തറവാട്ടിലെ സ്വത്തുക്കളായാലും മഞ്ജു ആയാലും നീ ആഗ്രഹിക്കുന്ന എന്തും നേടിത്തരാൻ ഞാൻ ഒരുക്കമാണ്. എൻ്റെ മകളുടെ മുഖത്തെ സന്തോഷത്തിന് കാരണക്കാരൻ നീയല്ലേ, അതിൻ്റെ സ്നേഹം എനിക്കെപ്പോഴും നിന്നോട് കാണുമെന്നൊക്കെ പ്രതാപൻ പറയുന്നത് കേട്ടിട്ട് മേഘനും സന്തോഷമാകുന്നു. അതേസമയം നമ്മുടെ കരുണയും ഉണ്ണിയും കൂടെ സംസാരിക്കുന്നുണ്ട്. ഉണ്ണി വന്ന് കരുണയോട് പറയുന്നു, എന്തായാലും നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളല്ലേ, നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം, ബീച്ചിലും ഒരു സിനിമയ്ക്കൊക്കെ പോയി ഇന്ന് പുറത്തുനിന്ന് ഫുഡായാലോ എന്ന് പറയുമ്പോൾ ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ട, ആ സാഗർ എന്ന് പറയുന്നവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, ജീവനോടുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അയാൾ ജീവനോടുണ്ടെങ്കിലും ഒന്നും പേടിക്കാനില്ല, അവൻ്റെ കാര്യം മേഘേട്ടൻ നോക്കിക്കോളും. ആ മാർക്കോ എന്ന് പറയുന്നവനെ നിസ്സാരമായിട്ട് ഇല്ലാണ്ടാക്കിയതാ മേഘേട്ടൻ. അപ്പോഴാ പിന്നെ സാഗറിൻ്റെ കാര്യം. അത് കേട്ട് കരുണയ്ക്കും സന്തോഷമാകുന്നു. അതേസമയം കരുണയും ഉണ്ണിയും വരുന്ന ആ ബീച്ചിൽ നമ്മുടെ മഞ്ജുവും സാഗറും കൂടി സന്തോഷത്തോടെ അവരുടെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം കരുണയും ഉണ്ണിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ജു കാണുന്നുണ്ട് കരുണയും ഉണ്ണിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സാഗറിനോട് വിളിച്ച് പറയുന്നു, ദേ നോക്ക് സാഗറേട്ട, കരുണേട്ടത്തെയും ഉണ്ണിയേട്ടനും കൂടി അല്ലേ വരുന്നത്, നമ്മളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ സാഗറേട്ടൻ ഇപ്പം വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നല്ലേ മാർക്കോ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നമ്മളെ നേരി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവരങ്ങ് മറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ കരുണയും ഉണ്ണിയും മഞ്ജുവിനെയും സാഗറിനെയും കണ്ടിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്.
ഒരു കാരണവശാലും കരുണയും ഉണ്ണിയും സാഗറിന് യാതൊരു ആപത്തും പറ്റിയിട്ടില്ലെന്നുള്ള കാര്യം അറിയരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ അവർ മറഞ്ഞു നിൽക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇനി ഉണ്ണിയും കരുണയും കൂടി മഞ്ജുവിനെയും സാഗറിനെയും നേരിൽ കാണുമോ? നേരിൽ കണ്ടാൽ അതോടെ കള്ളത്തരമെല്ലാം പൊളിയും. കാത്തിരുന്ന് കാണാം.